ജാപ്പനീസ് അനിമേഷൻ സിനിമകളിൽ നിങ്ങൾ കാണുന്ന ഈ ക്യൂട്ട് ജീവിയെ ഓർമ്മയുണ്ടോ? പേര് കപ്പ. ആമയുടെ തോടും തവളയുടെ കൈകളുമുള്ള ഒരു കുട്ടി ജീവി. പക്ഷേ ജപ്പാനിലെ യഥാർത്ഥ പുരാണങ്ങളിൽ ഇവൻ ഒരു ക്യൂട്ട് ജീവിയല്ല. ചോരക്കൊതിയനായ ഒരു നരഭോജിയാണ്. പുഴക്കരകളിൽ ഒളിച്ചിരിക്കുന്ന ഇവൻ വെള്ളത്തിലിറങ്ങുന്ന മനുഷ്യരെ, പ്രത്യേകിച്ച് കുട്ടികളെ, കാലിൽ പിടിച്ച് ആഴങ്ങളിലേക്ക് വലിച്ചു താഴ്ത്തും. ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം ഇവൻ ചെയ്യുന്ന ഒരു ക്രൂരതയുണ്ട്. മനുഷ്യന്റെ മലദ്വാരത്തിലൂടെ കൈയിട്ട് ഷിക്കൊദാമ എന്നറിയപ്പെടുന്ന ആത്മാവിന്റെ ഭാഗം ജീവനോടെ പുറത്തേക്ക് വലിച്ചെടുക്കും. സൂപ്പർ പവർ ആൻഡ് വീക്ക്നെസ്. ഒരു കുട്ടിയുടെ വലിപ്പമേ ഉള്ളൂവെങ്കിലും 10 ഗുസ്തിക്കാരുടെ ശക്തിയാണ് ഇവന്. ഇവന്റെ തലയുടെ മുകളിൽ ഒരു തളികയുണ്ട്. അതിലെപ്പോഴും വെള്ളമുണ്ടായിരിക്കണം. ആ വെള്ളമാണ് ഇവന്റെ ശക്തി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. കപ്പയുടെ മുന്നിൽ ചെന്ന് ബഹുമാനത്തോടെ കുനിഞ്ഞ് വന്ദിക്കുക. അച്ചടക്കമുള്ള അവനും തിരിച്ചു കുനിയും. അപ്പോൾ തലയിലെ വെള്ളം താഴെ പോവുകയും അവന്റെ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ജപ്പാനിലെ ഏതെങ്കിലും വിജനമായ പുഴക്കരയിലൂടെ നടക്കുമ്പോൾ ചീഞ്ഞ മരത്തിന്റെ ദുർഗന്ധം വായുവിൽ നിറഞ്ഞാൽ സൂക്ഷിക്കുക. കപ്പ അടുത്ത ഇരയ്ക്കായി വെള്ളത്തിനടിയിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്നുണ്ടാകാം. കൂടുതൽ വിചിത്രമായ കഥകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.